ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. കഴുകി വാരി വെച്ചിരിക്കുന്ന നെല്ലിക്ക ഒരു ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വേകണ്ട, 10 മിനിറ്റ് നേരം മാത്രം വേവിച്ചാൽ മതിയാവും കേട്ടോ. വെന്ത നെല്ലിക്ക ഇതുപോലെയായിരിക്കും ഉണ്ടാവുക. വെന്ത് അതൊന്ന് വിടർന്ന് വന്നിട്ടുണ്ടാവും. ഈ വിടർന്ന് വന്ന നെല്ലിക്കയെ നമുക്കൊന്ന് കഷ്ണങ്ങളായിട്ട് മുറിച്ച് വയ്ക്കാം. ഇതുപോലെ പീസുകളായിട്ട് മുറിച്ച് മാറ്റുക. കത്തി ഉപയോഗിക്കേണ്ടി വരില്ല, കാരണം അത് വേകുമ്പോൾ തന്നെ വിടർന്ന് വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ പീസാക്കി മാറ്റി വെച്ച് വെക്കുക. അടുത്തത് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു കൈക്കുമ്പിളോളം വരുന്ന വെളുത്തുള്ളി, ഒരു 5-6 പച്ചമുളക്, കുറച്ച് വേപ്പില. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു ഗ്ലാസോളം വരുന്ന എണ്ണ അതിലേക്ക് ഒഴിക്കാം. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം അതിൽ നിന്നും കുറച്ച് എണ്ണ നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-3 സ്പൂൺ എണ്ണ നമ്മൾ ചൂടായത് മാറ്റി വയ്ക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കടുക് ഇടാൻ കേട്ടോ. ഒരു 3 ടീസ്പൂണോളം വരുന്ന കടുകാണ് കേട്ടോ ഞാനിതിലിടുന്നത്. കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നന്നായിട്ട് ഇളക്കണം. ഒരുപാടങ്ങ് മൂത്ത് പോവാതെ നോക്കണം കേട്ടോ. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പച്ചമുളകൊന്നും കരിയാതെ നോക്കണം കേട്ടോ. വെളുത്തുള്ളി ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷം പൊടികളിടാം കേട്ടോ. ഞാനിവിടെ അച്ചാർ പൊടി യൂസ് ചെയ്തിട്ടാട്ടോ അച്ചാർ ഉണ്ടാക്കുന്നത്. അച്ചാർ പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും ഉലുവാപ്പൊടി ഇതൊക്കെ യൂസ് ചെയ്തിട്ടാട്ടോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അച്ചാർ പൊടി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കായപ്പൊടി ഇടണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പം ഇനി പൊടികൾ ഇടാം. ആദ്യം തന്നെ മുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഞാനിവിടെ ഇടുന്നുണ്ട് കേട്ടോ. ഇതൊരു കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഇടുന്നത്. ഈ ടൈമിൽ ഫ്ലെയിം നമ്മൾ ലോ ഫ്ലെയിം മോഡിലിടണം കേട്ടോ. ഇല്ലെങ്കിൽ പൊടികളൊക്കെ വേഗം തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ശേഷം ഞാൻ 1 ടീസ്പൂൺ നല്ല മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. കാരണം കാശ്മീരി മുളക് പൊടിക്ക് കുറച്ച് എരിവ് കുറവായതുകൊണ്ട് തന്നെ നല്ല മുളക് പൊടിയും കുറച്ച് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ശേഷം ഒരു 3 ടീസ്പൂണോളം അച്ചാർ പൊടി ഇടുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടുത്തത് കായപ്പൊടിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. 1 ടീസ്പൂണോളം കായപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒരുപാട് കരിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു 5 ടീസ്പൂണോളം വരുന്ന ടീസ്പൂൺ അല്ല കേട്ടോ, ടേബിൾ സ്പൂണോളം ചൊർക്ക അഥവാ വിനാഗിരി ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി പാകപ്പെടുത്തണം കേട്ടോ. വിനാഗിരി ഒഴിച്ച ശേഷമാണ് കേട്ടോ ഞാൻ അതിലേക്ക് ഉപ്പിട്ടത്. വിനാഗിരിക്കും നല്ല പുളിയുള്ളത് കൊണ്ടും നെല്ലിക്കയ്ക്കും പുളി ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം ഉപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ.
നന്നായിട്ട് ഇളക്കി മിക്സാക്കി എണ്ണ തെളിയുന്ന വരെ ഒന്ന് തിളയ്ക്കാൻ വിടാം. നന്നായിട്ട് തിളച്ച ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന നെല്ലിക്ക ചേർത്ത് കൊടുക്കുക. നല്ല പോലെ ഇളക്കി കൊടുക്കാം. നെല്ലിക്ക ഒരുപാട് ഇളക്കി ഉടയാതെ സൂക്ഷിക്കണം കേട്ടോ. നല്ല പോലെ ഇളക്കി ആ മസാല എല്ലായിടത്തും വരുന്ന രീതിയിൽ ഇളക്കി നല്ല പോലെ യോജിപ്പിക്കുക. നല്ല പോലെ യോജിപ്പിച്ച് തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ദാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ എൻ്റെ അച്ചാർ റെഡിയാക്കിയിരിക്കുന്നത്. ഒരുപാട് ചാറില്ലാത്ത രീതിയിലാണ് കേട്ടോ ഞാൻ റെഡിയാക്കിയത്. ഇനി ഇത് നമുക്ക് നല്ലൊരു ഭരണിയിലേക്കോ ഗ്ലാസ് ജാറിലേക്കോ മാറ്റി സൂക്ഷിച്ച് വെക്കാവുന്നതാട്ടോ. ആദ്യം നമ്മൾ എടുത്തു വെച്ച ആ 3 ടീസ്പൂൺ എണ്ണയില്ലേ, അതാണ് കേട്ടോ ദാ ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്നത്. ഇങ്ങനെ ഒഴിച്ചു വെച്ചാൽ ഒരുപാട് നാൾ പൂപ്പലില്ലാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.